ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലോയുടെ നേച്ചർ ആൻഡ് സ്കോപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലോ എന്താണെന്ന് നോക്കിയപ്പോൾ തന്നെ പഠിച്ചൊരു കാര്യമാണ്, അതൊരു പബ്ലിക് ലോ ആണെന്ന്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ നേച്ചറിൽ വരുന്നതാണ്, ഇതൊരു പബ്ലിക് ലോ ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഗവൺമെൻറ് ആൻഡ് ഇൻഡിവിജ്വൽ ആൻഡ് വേരിയസ് ഗവൺമെൻറ് ബോഡീസ്. അപ്പോൾ വേരിയസ് ഗവൺമെൻറ് ബോഡീസ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, ഇത് രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ തന്നെ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്റിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചാണ് ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഫങ്ഷനിങ് അവരെങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അവരുടെ ഫങ്ഷനിങ് എങ്ങനെയാണ്, അതിൻ്റെ അഡ്ജുഡിക്കേഷൻ എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ നേച്ചറിൽ മെയിനായിട്ട് വരുന്നത് ഇത് പബ്ലിക് ലോ ആണെന്നും, സെക്കൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ദ ഗവൺമെൻറ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു കൺട്രോൾ മെക്കാനിസം ഉണ്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് അക്കൗണ്ടബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആർബിട്രറി ആവാതിരിക്കാനും അതിന് വിത്തിൻ ദ കൺട്രോൾ ഓഫ് എ ലോ അത് കൊണ്ടുവരാനും ഈ പബ്ലിക് ലോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കൂടുതലും പ്രോസസ്സ് ഓറിയൻറ്റഡ് ആണ്, അതായത് ഇതേത് പ്രോസസ്സ് വഴിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്ലോയുടെ ഫങ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എവർ ഇവോൾവിങ് ആൻഡ് ഡൈനമിക് ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു ലെജിസ്ലേഷനേക്കാൾ ഇത് എപ്പോഴും ജുഡീഷ്യൽ അഡ്ജുഡിക്കേഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ പ്രീസിഡൻസിൻ്റെ ബേസിൽ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിൻ്റെ ബേസിൽ ഓർഗനൈസ് ചെയ്യുന്ന ബോഡിയുടെ അതിൻ്റെ ഫങ്ഷൻസും അതിന് വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ലിറ്റിഗേഷൻസ് റൈസ് ചെയ്യുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഇവോൾവിങ് ആയിട്ട് ഒരു ബ്രാഞ്ച് ഓഫ് ലോ ആയിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോവിനെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോസി ജുഡീഷ്യൽ നേച്ചറിലുള്ള, അതായത് ഗവൺമെൻറ് അവരുടെ പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്തിട്ട് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ നടക്കുമ്പോഴാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കോസി ജുഡീഷ്യൽ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നേച്ചർ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു പബ്ലിക് ലോ ആണ്. ഇത് മെയിൻലി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഫങ്ഷൻസിനെയാണ് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഗവൺമെൻറ്റിന് ഒരു കൺട്രോൾ കൊടുക്കുന്നുണ്ട്. ഇത് പ്രോസസ് ഓറിയൻറ്റഡ് ആണ്, ഇത് മോർ ഡൈനമിക് ആൻഡ് ഇവോൾവിങ് ആണ്. പിന്നെ ഇതൊരു കോസി ജുഡീഷ്യൽ ഫങ്ഷനും കൂടെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൻ്റെ സ്കോപ്പും ഈ നേച്ചറും സ്കോപ്പും ഒക്കെ ഒരുവിധം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഓർഗനൈസേഷൻ ഏതിൻ്റെയാണ്, എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഓർഗനൈസേഷൻ്റെ ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് തന്നെ മെയിൻലി ഫങ്ഷൻ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റിൻ്റെ ഒരു കൈയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കോപ്പ് മെയിൻലി ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെ ഇങ്ങനത്തെയുള്ള ബോഡീസ് ഓർഗനൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സ്കോപ്പിലും വരുന്നത്. പിന്നെ ഈ ഏതൊക്കെ പ്രൊസീജിയറിൽ കൂടെയാണ് ഈ ബോഡീസ് അവരുടെ പവേഴ്സ് എക്സസൈസ് ചെയ്യുന്നതെന്നും ഈ സ്കോപ്പിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം ഇതിൽ ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഒരു ബോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നോക്കണം അത് പബ്ലിക്കിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണോ വരുന്നതെന്ന്, അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ലോസ് എല്ലാം നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ജുഡീഷ്യൽ റിവ്യൂക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു അൾട്രാ വയേഴ്സ് ആയിട്ട് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ഒക്കെ ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ അൾട്രാ വയേഴ്സ് ആയിട്ടൊരു ലെജിസ്ലേഷൻ അവരുടെ പവറിനെ എക്സീഡ് ചെയ്യുന്ന രീതിയിൽ മിസ്യൂസ് ഓഫ് പവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അത് ജുഡീഷ്യൽ റിവ്യൂക്ക് വിധേയമാക്കാം. രണ്ടാമതായിട്ട് ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹയറാർക്കി ഉണ്ട്. അപ്പോൾ ലോവർ ഡിവിഷനിൽ നിന്നുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള ഒരു
ഇൻജസ്റ്റിസും നമുക്ക് ഹയർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിയിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ്, അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ഉണ്ട്, അവരിലേക്ക് റെഫർ ചെയ്യാം. എന്നിട്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു റെമഡി കിട്ടുന്നില്ല, നമുക്ക് അവിടെ ഒരു ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനെ ഇത് അറിയിക്കുകയും ചെയ്യാം, ഈ കംപ്ലൈൻറ്റ് ധരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ലോയുടെ ഒരു വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സിൻ്റെ ഒരു വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കുള്ള റെമഡീസ്: ജുഡീഷ്യൽ റിവ്യൂ, referring it to the higher authority, and approaching ombudsman. So this is all for nature and scope of administrative law. See you soon with another topic. Thank you.